പാകിസ്ഥാനിൽ എല്ലാ കാലത്തും സൈനിക അട്ടിമറികൾ ഉണ്ടാകാറുണ്ട്. ആ അട്ടിമറി ഇത്തവണ അസീം മുനീർ നടത്തിയിരിക്കുന്നത് ഭരണഘടനയിലൂടെയാണ്. എല്ലാ പദവികളും തന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അസീം മുനീർ. അപ്പോൾ അവസാനം ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? ഭരണം അട്ടിമറിച്ചു പാകിസ്ഥാന്റെ ഭരണം അസീം മുനീറിന്റെ. നമ്മളെ ചരിത്രത്തിൽ പല മിലിറ്ററി കലാപങ്ങളും ഏറ്റെടുക്കലുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജനാധിപത്യപരമായിട്ട് എങ്ങനെ മിലിറ്ററി കലാപം ഉണ്ടാക്കാം എന്ന് കാണിച്ചു തന്ന ഒരാളാണ് അസീം മുനീർ. ആ രീതിയിലായിരിക്കും അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 27ാമത് അമെൻമെൻ്റ് എന്ന് പറയുന്ന ഒരു രേഖ ഇന്ത്യയിലെ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 42ാം ഭരണഘടനാ ഭേദഗതി പോലെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുവന്നത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെന്ന് പറയുന്ന 3 ശിലകളെന്ന് പറയുന്നത് ഒന്ന് ജുഡീഷ്യറി, ഒന്ന് എക്സിക്യൂട്ടീവ്, ഒന്ന് നിയമനിർമ്മാണ സഭകളുമാണ്. ഈ CDF എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ CDF ആയിട്ട് കൊണ്ടുവരുമ്പോൾ, അസീം മുനീറിനെ CDF ആയിട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റിൻ്റെ തൊട്ട് താഴെയാണ്. അതായത് ക്യാബിനറ്റിന് മേലിലുള്ള ഒരു അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം മാറി. അതായത് എക്സിക്യൂട്ടീവിനും പിന്നെ ജുഡീഷ്യറിക്കും നിയമനിർമ്മാണ സഭകൾക്കും ഒരു റോളും ഇല്ലാത്ത രീതിയിൽ അത്രയും മേളിലാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു എലക്റ്റഡ് വ്യക്തിയല്ല, സെലക്റ്റഡാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റണം. 5 വർഷത്തേക്കാണ് നിയമനം. അദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് മാറ്റണമെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്ന അതേ നൂലാമാലകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, ഇതൊരു ഒളിച്ചു കടത്തിയ ഭരണഘടനാ ഭേദഗതിയാണ്. അതായത് 49 ക്ലോസുകളുള്ള ഈ ഭരണഘടനാ ഭേദഗതിയിൽ 48 ക്ലോസും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിനെ പറ്റി, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിനെ പറ്റിയിട്ടാണ്. ഈ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതിയേക്കാളും മുകളിൽ ഒരു കോടതി ഉണ്ടാക്കി, അവിടെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു പാവ കോടതി ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പം ജുഡീഷ്യറിയെ അട്ടിമറിച്ചു. എക്സിക്യൂട്ടീവിന് പ്രസിഡന്റിൻ്റെ തൊട്ട് താഴെ എലക്റ്റഡ് അല്ലാത്ത ഒരാൾ വരുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവിനെ അട്ടിമറിച്ചു, നിയമസഭയെ അട്ടിമറിച്ചു. അപ്പം സർവാധികാരിയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. നമ്മൾ സാമ്യം നോക്കുകയാണെങ്കിൽ ബ്രിട്ടനിലെ രാജാവിൻ്റെ അതേ പദവിയാണ് ഇപ്പോഴേ അവിടുത്തെ പ്രസിഡന്റിനുള്ളത്. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പദവി ഉള്ളത് അസീം മുനീറിനാണ്. ഈ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ പ്രധാനമന്ത്രി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മളതിൻ്റെ ഡേഞ്ചർ മനസ്സിലാക്കിയാണ്. ഇദ്ദേഹം ഒരു ബിനാമി പ്രൈം മിനിസ്റ്ററാണ്. ചേട്ടന് പ്രൈം മിനിസ്റ്റർ ആകാൻ സാധിക്കാത്തത് കൊണ്ട് അനിയൻ പ്രൈം മിനിസ്റ്റർ ആയ ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു ബിനാമി, അപ്പം പലരും ഉപമിച്ചത് രാമൻ വനവാസത്തിന് പോയപ്പോൾ ഭരതൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വെച്ചിട്ട് രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. ആ ചെരുപ്പ് വെച്ചിട്ടാണ് ഇദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അയാളിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ഈ അപ്പോയിൻമെൻറ്റിൽ നീരസം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം 7 ദിവസത്തോളം UK താമസിച്ചത്, ഇത് ഒപ്പിടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പ്രഷർ സഹിക്കാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും അമേരിക്കയിൽ UK നിന്ന് തിരിച്ചു വന്നു. ഇത് ഒപ്പിട്ട് ഇദ്ദേഹത്തെ CDF ആയിട്ട് നിയമിച്ചു. ഇദ്ദേഹത്തിന് ലൈഫ് ടൈം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് കൊടുത്ത റാങ്ക് ജീവിതകാലം മുഴുവനുള്ള റാങ്കാണ്. ആ റാങ്ക് റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് നമുക്ക് സംഭവ്യമല്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നടത്തിയെടുത്തു എന്നുള്ളതാണ്. ഇതിൽ അവിടുത്തെ നിയമനിർമ്മാണ സഭകളിലൊക്കെ വളരെ എതിർപ്പുകളുണ്ടായിരുന്നു. പ്രതിപക്ഷം വളരെ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. കാര്യം പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തുള്ള നിലവിലുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ബലൂച്ചുകൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവർ ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. ദിവസവും സ്ഫോടനവും മറ്റു കാര്യങ്ങളുമായിട്ട്. പഷ്തൂൺഖ സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു രാജ്യമാകാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് സിന്ധ് ചിലപ്പോൾ ഇന്ത്യയോട് ചേർന്നുമോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. അത് വേറൊരു ബുദ്ധിമുട്ടാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ ഇതുവരെ അവിടെ ഒരു പ്രൊവിൻസായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു സമരമുഖത്തിൽ അവർ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നടുക്കാണ് അസീം മുനീറിനെ പോലുള്ള ഒരാൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലോട്ട് വരുന്നത്. ഇദ്ദേഹത്തെക്കാളും വേറൊരാൾ ഈ സമയത്ത് അവർക്ക് നയിക്കാൻ കിട്ടത്തില്ല. കാര്യം പിന്നെ ഇതിനേക്കാളും വലിയ ഒരു ഭൂകമ്പം അകത്ത് നടക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഇമ്രാൻഖാനെ പോലെയുള്ള ഒരു പോപ്പുലർ നേതാവിനെ ജയിലിലിട്ട് അദ്ദേഹത്തെ കൊല്ലുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരു 100 പ്രോബ്ലംസ് പാകിസ്ഥാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ്
ഒരു ശക്തനായ ഒരു ഭരണാധികാരി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായതും ആ സ്ഥലത്തേക്ക് സ്വയം ശ്രീ അസീം മുനീർ അവരോധിക്കപ്പെട്ടു. അപ്പൊ ഇതിൽ നിന്നും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യത? ഇന്ത്യക്ക് അത് പ്രതിസന്ധിയിൽ ഉണ്ടാകുമോ? ഇദ്ദേഹം തുടക്കം വന്നത് തന്നെ നമുക്കറിയാം, ഹിന്ദു വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിലൂടെ, പ്രസംഗത്തിലൂടെയാണ് ഇദ്ദേഹം ഇന്ത്യയിൽ ചർച്ചയാകുന്നത്. പിന്നീട് നാം പെഹൽഗാമിൽ ആക്രമണം കണ്ടു, പിന്നീട് അദ്ദേഹത്തിന്റെ വിജയാഘോഷം കണ്ടു, പരാജയപ്പെട്ടിട്ട് വിജയനായകനായി മാറി ഇന്ത്യയെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അവിടെ ഇത്തരം പദവികളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മുൻപ് അദ്ദേഹത്തെ എത്തിച്ചത്, ഈ പദവിയിൽ എത്തിച്ചത് ഇന്ത്യ വിരുദ്ധതയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇന്ത്യ വിരുദ്ധത തുടരുമോ? ഒരു നാടൻ പ്രയോഗമുണ്ടല്ലോ, കുതിരയ്ക്ക് കൊമ്പ് മുളച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഇയാൾ സ്വതവേ ദുർബുദ്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യ ഒരു വളരെ അലർട്ടായ ഒരു അവസ്ഥയിലാണ്. കാര്യം ഈ യുദ്ധത്തിന് തന്നെ ഏകദേശം കാരണം അസീം മുനീറാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു ഓപ്പറേഷൻ തന്നെ കാരണം അസീം മുനീറിൻ്റെ ദുർബുദ്ധിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ അവരുടെ 9 ഭീകര താവളങ്ങളും തകർത്തതിന് ശേഷം ആ ഭീകരരെ കംപ്ലീറ്റ് ഇദ്ദേഹം നമ്മുടെ ബംഗ്ലാദേശിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാനുണ്ടായത്. ഈ റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭീകരവാദികളുടെ മുഴുവൻ എതിർപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭീകരവാദികൾ മുഴുവൻ അവർ ബംഗ്ലാദേശിലോട്ട് മാറ്റിയത്. ബംഗ്ലാദേശിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ സെക്യൂരിറ്റി റിസ്ക് പല മടങ്ങ് കൂടുകയാണ്. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഒരുവിധം നമുക്ക് നല്ല സൈനിക സന്നാഹമുണ്ട്, നല്ലൊരു ബാർബിഡ് ഫെൻസിങ് ഉണ്ട്, അങ്ങനെ നല്ല ഒരു സംവിധാനം നമുക്കുണ്ട്. അതേസമയം ബംഗ്ലാദേശ് ബോർഡർ ആണെങ്കിൽ നമുക്ക് ആൾറെഡി ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ളൊരു ബോർഡറാണ്. കാര്യം നമ്മൾ അവരെ ഇത്രയും കാലം നമുക്കൊരു സൗഹൃദ രാജ്യമായിട്ട് കാണുകയും പലരും ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വിസ ഇല്ലാതെ തന്നെ 2 രാജ്യങ്ങളിലോട്ടും പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മുടെ വീക്ക്നെസ്സുകൾ ഉപയോഗിച്ച് അവർ രാജ്യത്തോട്ട് നുഴഞ്ഞു കയറാനും രാജ്യത്തെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനുമുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചേട്ടാ പറഞ്ഞു വരുന്നത്, ഓരോ ദിവസവും പാകിസ്ഥാനിൽ പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി മറികടക്കാൻ അസീം മുനീർ കഴിയുന്നു? അല്ല, പ്രതിസന്ധി മറികടക്കാൻ പറ്റത്തില്ല. ആ പ്രതിസന്ധി അദ്ദേഹം വഴിതിരിച്ച് ഇവിടെയാണ് ചെയ്യുന്നത്. കാര്യം ഇന്ത്യ വിരുദ്ധ കാര്യം പാകിസ്ഥാനിൽ എപ്പോഴും അങ്ങനെ പറയുമ്പോഴും അവിടെ ബലൂചിസ്ഥാനിൽ സ്ഫോടനം നടക്കുന്നുണ്ട്, പസ്കൂൺ മേഖലയിൽ സ്ഫോടനം. അവർ പറയുന്നത് ഇതൊന്നും അവർ ചെയ്യുന്നതല്ല, ഇതെല്ലാം ഇന്ത്യക്കാർ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അവരവിടുത്തെ ജനങ്ങൾ, അതായത് പാകിസ്ഥാനിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവരുടെ ഭരണാധികാരികൾക്ക് ഇത്രയും കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. കാര്യം അവിടെ മീഡിയ ഓപ്പൺ അല്ല. ആൾക്കാർ ഈ പറയുന്നത്, ഇവർ പറയുന്ന കാര്യം പാകിസ്ഥാനിൻ്റെ ഉത്ഭവം തൊട്ട് തന്നെ പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഇതെല്ലാം ഇന്ത്യയാണ് ചെയ്യണമെന്ന് പറയും. അപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്, അവരവിടെ ഉറുദുവിൽ പറയുന്നത് ഹിന്ദുസ്ഥാനികളെന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രശ്നം ഹിന്ദുസ്ഥാൻ എന്നാണ്. ആ ഹിന്ദുസ്ഥാനിൽ ആദ്യമുള്ള ഹിന്ദു തന്നെയാണ് അവരുടെ എപ്പോഴുള്ള ട്രംപ് കാർഡെന്ന് പറയുന്നത്, വിജയിക്കാനുള്ളത്. അപ്പം അതിൻ്റെ കൂടെ ലോകത്ത് ഇപ്പം ട്രംപിനെ പോലുള്ളവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക് പ്രിയങ്കരനാണ്, ആഹാരം കൊടുക്കും, ഡിയറസ്റ്റ് ആണ്. അപ്പോൾ അത് ഇന്ത്യക്കെതിരായിട്ട് ആര് ചെന്ന് കഴിഞ്ഞാലും അമേരിക്കക്കാർ കൈനീട്ടി സ്വീകരിക്കും. കാര്യം ലോകത്ത് അവർക്ക് ശക്തിയിൽ അവർക്ക് പേടിയുള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. കാര്യം എമർജിങ് പവറായിട്ട് വരുന്നത് ഇന്ത്യയാണ്. അതാണ് അവർ H1B വിസ നിഷേധിച്ചത്. ഇന്ത്യക്കാർക്കെതിരായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അമേരിക്ക ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും അത് നമുക്കൊരു സോഫ്റ്റ് കൺട്രി ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഉത്ഭവകാലം തൊട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നടപടികളിൽ കൂടെ അവർ കുപ്രസിദ്ധരാണ്, അവർ നോട്ടപ്പുള്ളികളാണ്.